കോഴിക്കോട് വടകരയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പേരാമ്പ്രയിൽ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ്.പിയെ കാണാനെത്തിയ 6 അംഗ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് തടഞ്ഞത്. എസ്.പിയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ പോലീസ് 2 പേരെ ഓഫീസിലേക്ക് കടത്തിവിടുകയായിരുന്നു. എസ്.പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സംഘമാണ് ഓഫീസിന് മുന്നിൽ ക്യാമ്പ് ചെയ്തിരുന്നത്. ഞങ്ങളെ പ്രവർത്തകന്മാരെ മൈക്രോസ്കോപ്പി വെച്ച് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടോ, വാട്സപ്പിൽ ഇടുന്നുണ്ടോ, ട്വിറ്ററിൽ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കി പോലീസ് ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ ഒരു എംപിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ഈ പറയുന്ന ജയരാജനെ എന്തുകൊണ്ട് എതിരായിട്ട് കേസെടുത്തു? ആദ്യം എടുക്കേണ്ട ജയരാജനെതിരായിട്ടാണ്. അത് മാത്രമല്ല, LDF-ന്റെ കൺവീനർ, മുൻ മന്ത്രി, പേരാമ്പ്ര MLA SP-യെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കെതിരെ എന്തെങ്കിലും വൈകാരികമായി സംസാരിച്ചതിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് എന്തുകൊണ്ടാണ് LDF-ന്റെ നേതാക്കന്മാരെ, ഈ പറയുന്ന മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നത്? അത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയവും.